ഞാൻ പറഞ്ഞ ഇതെടുത്ത് ഷെയർ ചെയ്തിട്ട് എല്ലായിടത്തും ചർച്ചയാക്കുക. അടിപൊളി, ബ്യൂട്ടിഫുൾ. നമ്മൾ ഇതുവരെയും കോമഡി ഉത്സവത്തിൽ കണ്ടുവന്ന പാറ്റേണിലുള്ള ഒന്നും തന്നെ ഇതുമായിട്ട് കമ്പാരബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിസാം, യു ആർ യുണീക്ക്. താങ്ക് യു. കോമഡി ഉത്സവം നമ്മൾ തുടങ്ങിയ സമയം തൊട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇനി ഇപ്പൊ ഇന്ന ആൾ വന്നില്ലല്ലോ, ഇന്ന ആളിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ സ്പോട്ടുമായിട്ട് തിരിച്ചെത്തുകയാണ് നിസാം. ലെറ്റ്സ് വെൽക്കം നിസാം. കോഴിക്കോടിന്റെ അഭിമാനമായ, പ്രവാസികളുടെ അഭിമാനമായ നിസാം ദാ തിരിച്ചെത്തിയിരിക്കുന്നു. എന്തേ വൈകി ഇതുവരെ വരാനായിട്ട്? എന്റെ പൊന്നു മിഥുൻ ചേട്ടാ ഒന്നും പറയണ്ട. ഞാൻ ഈ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു കടലിലേക്ക് ചാടി എടുത്തിറങ്ങി. പിന്നെ തിരിച്ചു കയറാൻ കുറെ കഷ്ടപ്പെട്ടു. ഒരു റിസർച്ചിന്റെ ഭാഗമായിരുന്നു. ഞാൻ എപ്പോഴും എന്റെ പ്രോഗ്രാം എന്നതിലുപരി കോമഡി ഉത്സവത്തിന്റെ പ്രേക്ഷകർക്ക് എന്ത് പുതുമ കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആളാണ്. ഞാനപ്പോ അങ്ങനെ ഒരു പോക്ക് പോയിട്ട് എനിക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. ഒരു 1.5 വർഷമായിട്ട് ഇതിന്റെ പിന്നാലെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഐറ്റം കൊണ്ട് വന്നതാണ്. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സ്പോട്ടും കൊണ്ടാണ് പാട്ടായിരിക്കുമല്ലോ. അതെ, ഇതിന്റെ പേര് കട്ടതും കേട്ടതും എന്നാണ്. ഇതുവരെ കേട്ടിട്ടുള്ള ഒറിജിനൽ പാട്ടുകൾ ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിന് വർഷങ്ങൾക്ക് മുമ്പേ അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് തമിഴ്, ഹിന്ദി, കന്നഡ, ഇറാനി, ഇംഗ്ലീഷ്, തെലുങ്കു, ഇതിനൊരു ക്ലൈമാക്സ് കൂടെ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ആയിക്കോട്ടെ. ആദ്യത്തെ വിഷ്വലിൽ ഇല്ല 1607 നമ്മുടെ നൊവേനോ അല്ലെങ്കിൽ ലളിത സഹസ്രനാമമൊക്കെ പോലെയുള്ള ഞങ്ങളുടെ ഇതിലൊരു മൊഹിയുദ്ദീൻ മാലയുണ്ട്. അതിൽ നിന്ന് ഇസ്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വിഷ്വലില്ല, അതിൽ പകരം ലിറിക്സാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി ഒറിജിനൽ പാട്ടിൻ്റെ ഒരു നമ്മൾ കേട്ട പാട്ടിൻ്റെ ഒരു 2 ലൈനും ഒപ്പം പഴയ പാട്ടിൻ്റെ ട്രാക്കിൽ ആ വോയിസിൽ ഞാൻ പാടും. ഓക്കെ. ഇനി ഇത് ആദ്യം പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സപ്തസ്വരങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടി രാഗങ്ങളിലൂടെ, രാഗവിസ്താരങ്ങളിലൂടെ പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിനകത്ത് രാഗങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റി വരിക, അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ റൂട്ടിലോട്ടുള്ള സിമിലാരിറ്റി വരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്വാഭാവികമാണ്. തീർച്ചയായും. അപ്പോ ഇത് ഒരു ട്രോളാണ്. നമ്മളത് കണ്ടുപിടിച്ചതിന്റെ ഒരു സന്തോഷം. ഒരു ചെറിയ റിസർച്ച് മെറ്റീരിയൽ അല്ലേ? കോപ്പി അടിച്ചിട്ട് അത് അനുകരിച്ചു അങ്ങനെയൊന്നുമല്ല. അല്ല, ഇത് ഞാൻ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഇത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ അതിനൊന്ന് കോർഡിനേറ്റ് ചെയ്തേ ഉള്ളൂ. റിസർച്ചിനാണ് നിങ്ങൾ കയ്യടി തരേണ്ടത്. ഉറപ്പായിട്ടും. അപ്പൊ ഞാനൊന്ന് ശ്രമിക്കാം. നമുക്ക് ഓരോ പാട്ടുകളും എങ്ങനെ എത്രത്തോളം സാമ്യത ഉണ്ടെന്ന് അനുസരിച്ചിരിക്കും കയ്യടിയുടെ ബലം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, റെഡി. തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബ റസൂലേ നിൻ വരവാലേ റസൂലേ الله في قانه تغير الله في قانه تقبل بالهرد وعالسناني بالغم أنا أقدر الله في قانه تغير الله في قانه تقبل هوار يا روميا يا عند العزيز يوم صدورة بزارة دل حسرات کے شوم دل طاقت نظارة يا روميا يا دلدار روميا يا മുത്തെടുത്തു താരി കമ്മലിട്ടു വന്നുവോ നിലപ്പൂക്കാലം చెప్పనా ఉన్న పని చెయ్యనా కాస్త పని జండగా పని ఉండమ్మో చెప్పకో పాట పని చేసుకో కొత్త పని ఎందుకీ పని ఏంటయ్యా నువ్వు అదరహం నవ్వు ముదరహం పువ్వుల కలహం యవ్వన విరహం నీపై మోహం டிங்கிரி டிங்காலே தினக்கி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு ரோசம பெண்ணாலே
டிங்காலே மீனாட்சி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு தங்கமதிலாலே 14 കാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കണവത്ത് കുടമുടില പുതല്ലോ ചച്ചുവേ ഹുദയോ ഖപ്പിയാറോ നിബിനോ ചച്ചുവേ ഹുദയോ ഖപ്പിയാറോ നിബിനോ നിബിന കുസുമുതോരെ തുജസം ഖബ്നദോറാ നിബിന കുസുമുതോരെ തുജസം ഖബ്നദോറാ നിബിന ഹമേ ബദർ ബതാ ഹമേ ശഅത്നോ തെറോരെ അഴക് എല്ലാം അവൾ ഇവളത് സ്റ്റൈല أهلا ما فيكي كل ما فيكي رمشي سهرة قلبي كلي رمشي سهرة قلبي كلي يا ما نفسي بقوة كلي إني ردت بهراني أنيكي أنيكي إني ردت بهراني അവളെ കണ്ടപ്പോ ഞാൻ ഞെട്ടി കള്ള കണ്ണുള്ള പെൺകുട്ടി يا نبهر لي وطيانا منك بابنا بيالي نازل لامي منحكم في نديتي നില പൈതലേ മിഴി നീർമുത്തു ചാർത്തിയോ വിനേരം വീരേ From the battle that raged in my head മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ ಬಾಲಿಗೆ ಒಂದೇ ಮಾನೆ ಬಾಲಿಗೆ ಒಂದೇ ದೋಣೆ ಭೂಮಿಗೆ ದೈವ ಒಂದೇನೆ ತಾಯಿ പാക്കാതെ പഞ്ചാംഗത്തെ പാക്കാതെ ಕಿಲೆಲೆ ಕಿಲೆಲೆ ಅವೋ ಅವೋ ಕಿಲೆಲೆ 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 ಅವೋ ಅವೋ ಕಿಲೆಲೆ പിന്നിലെ പുൻതാരകൾ ഞാനൊരു പാട്ട് പാടാം मेरे ज़ुहर जबी मुझे मालूम नहीं മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ حبيبي يا نور العين يا زاكي الليالي عاشق غالي سنين ولا غيرك ببالي മറിയേരം മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പെട്ടി എന്താ പറയുക, ദിദി എടുത്തതാണെന്നുള്ള എനിക്ക് അറിയായിരുന്നു. മറ്റേ നമ്മുടെ അഡാർ ലെവലിലോട്ട് എടുത്തത് അല്ലേ? അപ്പൊ അത് അൾജീരിയൻ പാട്ടാണ്. അതെ അതെ. എത്ര വർഷം മുമ്പ് നമുക്ക് ഭാഷ അറിഞ്ഞൂടാ നമ്മളൊരു അൾജീരിയൻ പാട്ട് എല്ലാവരും ഒരുമിച്ച് പാടിയിട്ടുണ്ട്, ദിദിയെ പോലുള്ള ഒരു പാട്ട്. ആലോചിച്ച് നോക്കിയേ, പ്രോപ്പർ അറബിക് പോലും അല്ലല്ലോ അല്ലേ? അത് നമ്മുടെ മറ്റേ റസൂലെ നിൻ കനിമാലയുടെ ഒറിജിനൽ അറബിക്കാണ് അല്ലേ? അറബിക്കാണ്, പ്രോപ്പർ അറബിക്. അത് ഏത് വർഷമുള്ളതാ? അത് 1978. കുറെയൊക്കെ നമ്മുടെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തൊരവസ്ഥകളിലാണ് അതൊക്കെ ഇവിടെ കടൽ കിടന്നത്. ഇതിനിടയ്ക്ക് ബാലയ്യയുടെ ഒരു പാട്ടെടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. നരസിംഹത്തില് ഈ പാട്ടിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് ജീപ്പ് പോകുമ്പോൾ. അതെ അതെ. അതിന് വിഷ്വൽ ഇല്ല. ഇല്ല അതെ. ഞാൻ വേറൊരു വിഷ്വൽ എടുത്തിട്ടതാ. അത് മനസ്സിലായി. മറ്റേ അഴകലയോ അതാണ് വിഷ്വൽ എടുത്തിട്ടാണ് ഈ പാട്ട് എടുത്തിട്ട് അത് കാസറ്റിലുണ്ട്. ഞാൻ പറഞ്ഞ ഇതെടുത്ത് ഷെയർ ചെയ്തിട്ട് എല്ലായിടത്തും ചർച്ചയാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൈമാക്സ് ഇല്ലേ, അത് പറഞ്ഞോട്ടെ. അതായത് യൂട്യൂബിൽ ഇല്ലാത്ത 10-15,000 അതർ ലാംഗ്വേജ് സോങ്സ് എൻ്റെ ലാപ്പിൽ കിടപ്പുണ്ട്. നടനാവാന്ന് നടന്നിട്ട് നടക്കണില്ല. ചെറിയ സംഗീത സംവിധായകനെ പറ്റുന്നുണ്ടെങ്കിൽ ട്യൂണുകൾ വിൽക്കപ്പെടും. ചെറിയ ബഡ്ജറ്റിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ചെറിയ ട്യൂണുകൾ വിൽക്കപ്പെടും. യൂട്യൂബിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പുവരാം. ഒരു സെക്കൻഡ് ഞാനിടാതെ യൂട്യൂബിൽ. എന്നിട്ട് വേണം ഇതിട്ടിട്ട് അടുത്ത ഷെഡ്യൂളിൽ വന്നിട്ട് വിപിന്റെ പടത്തിൽ എന്റെ ഫോട്ടോയും വെച്ചിട്ട് വിപിൻ അഭിനയിക്കുന്ന പാട്ട് ഇതായിരുന്നു. ഇതൊരു ഇറാനി പാട്ടായിരുന്നു. അടിപൊളി. നമ്മൾ ഇതുവരെയും കോമഡി ഉത്സവത്തിൽ കണ്ടുവന്ന പാറ്റേണിലുള്ള ഒന്നും തന്നെ ഇതുമായിട്ട് കമ്പാരബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിസാം, യു ആർ യുണീക്ക്. താങ്ക് യു. ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഒരു പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പടത്തിന്റെ പേര് അല്ല
ബീച്ച് എന്നാണ് പടത്തിൻ്റെ പേര്. നമ്മുടെ അനൂപാണ് ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ആക്ടറൊക്കെ ആയിട്ട്. അതിലൊരു വില്ലൻ വേഷം ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഉറപ്പായും പുതിയ വേഷങ്ങളും പുതിയ പാട്ടുകളൊക്കെ വേഷം ഉണ്ടായിട്ടാണ് മറ്റേ മ്യൂസിക് കച്ചവടത്തിന് നടക്കുന്നത്. ആ പണിയൊക്കെ ചെയ്തിരുന്ന കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ചീത്തപ്പേരില്ലാണ്ട് പോയായിരുന്നു. ശരി, ഓക്കെ. താങ്ക് യു.